ഹായ് ഫ്രണ്ട്സ്, പി ജി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് 2025 അധ്യയന വർഷത്തിൽ. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം തെറ്റ് വരുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ. കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനും ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഫസ്റ്റ് എന്താണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിൽ പി ജി അഡ്മിഷൻ പോർട്ടൽ എടുക്കുക. ആൻഡ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം എന്നീ ലേറ്റസ്റ്റ് വേർഷൻസ് ആയിരിക്കണം നിങ്ങളുടെ മൊബൈലിനകത്ത് ഉണ്ടാവേണ്ടത്. ആൻഡ് ജാവാ സ്ക്രിപ്റ്റ് എനേബിൾ ആയിരിക്കണം. ഇത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാക്കിയതിന് ശേഷം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബാക്കിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നേന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അമ്പാടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നീട് നിങ്ങൾ ആദ്യം മുതൽ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് തിങ്, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ നെയിം, ഇവയെല്ലാം എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കും പാസ്വേഡായിട്ട് കിട്ടുക. ആൻഡ് പിന്നീട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എഴുതിയിട്ടൊരു പാസ്വേഡ് നൽകാവുന്നതാണ്. പക്ഷെ അത് ഓർമ്മയിൽ വെക്കുക എന്നുള്ള കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞാലും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും പിന്നീടുള്ള 2 വർഷക്കാലം അല്ലെങ്കിൽ എത്ര ടൈം പീരീഡാണ് നിങ്ങൾ ആ ഒരു കോളേജിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി രണ്ടിലുണ്ടാവുക, അത്രയും നാളും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ കൈവശം വേണ്ട കാര്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ദെൻ ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ഷുഡ് ലോഗിൻ വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് വിത്ത് ദേ ഹാവ് ജനറേറ്റഡ് ത്രൂ ദ പ്രീവിയസ് സ്റ്റെപ്പ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഒന്നുകൂടി ലോഗിൻ ചെയ്യുക. അത് കൊടുത്തിട്ട് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ, കേരളൈറ്റ്, നാഷണാലിറ്റി, കോൺടാക്റ്റ് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആ മൊബൈൽ നമ്പർ നിങ്ങൾ കൺഫേം ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ലാൻഡ് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു അഡ്രസ്സ് കൊടുക്കുക, നെയിം ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ, പിന്നെ റിലീജിയൻ, കാസ്റ്റ് ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം റിലീജിയൻ, കാസ്റ്റൊക്കെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കൊടുക്കുക. ഓക്കെ. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. അവിടെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ പഠിച്ചത് ആ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. ദെൻ നിങ്ങൾ ഏത് ഡിഗ്രി പ്രോഗ്രാമാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ഡിഗ്രി പ്രോഗ്രാം നിങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും തരത്തിൽ ഇംഗ്ലീഷോ ഫിസിക്സോ കൊമേഴ്സോ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലേബിൾ ചെയ്യണം. ദെൻ എത്ര വട്ടം അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് അത് നിങ്ങൾ ലേബിൾ ചെയ്യണം. ഇയർ ഓഫ് പാസിങ്, ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായതെന്നുള്ളതുണ്ടാവണം. എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ്, ഡിഗ്രിക്ക് കിട്ടിയ അതുമായി പഠിച്ചിട്ടുള്ള കോഴ്സ് ഏതാണോ അതിന് കിട്ടിയിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ പിന്നീട് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നൽകുക എന്നുള്ളതാണ്. 20 ഓപ്ഷൻസ് വരെ മിനിമം നമുക്ക് നൽകാൻ സാധിക്കും. അപ്പം ആഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് 20 ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാം. അതായത് 20 കോളേജുകൾ ഓർ 20 കോഴ്സുകൾ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം പേയ്മെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ഡ്രാഫ്റ്റോ ചെക്കോ ചെല്ലാനോ ഇവയൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു പേജിൽ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജനറൽ SCBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ്, SC ST കാൻഡിഡേറ്റ്സിന് 550 രൂപയാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെക്കോ ചെല്ലാനൊന്നും ആവശ്യമില്ല. പകരം ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് അഡ്മിഷൻ ടൈമിൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കളഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക.
അഡ്മിഷൻ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സിൽ ഒന്നാണ് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫീ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ റീഫണ്ട് ചെയ്യുന്ന അതിന് എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, റീഫണ്ട് ഒരിക്കലും യൂണിവേഴ്സിറ്റി ചെയ്യുന്നതായിരിക്കില്ല. പിന്നീട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 150 പിക്സൽ ടു 200 പിക്സൽ വിത്ത് ഹൈറ്റ്, ദെൻ 40 KB ആയിരിക്കണം, JPG ഫോമാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചറും ആസ് യൂഷ്വൽ 150 പിക്സൽ ഇൻറ്റു 60 പിക്സൽ വിത്ത് ഹൈറ്റ് 40 KB JPG ഫോമാറ്റ് ഉള്ളി. അത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ കണ്ടിന്യൂ നിൽക്കുക. ഫർദർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അതുവരെ കൊടുത്തിട്ടുള്ള അക്കാഡമിക് ഡീറ്റെയിൽ ആയിക്കോട്ടെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, മാർക്കും കാര്യങ്ങളും ആയിട്ടുള്ള ഇതൊക്കെ തന്നെയും ഒറ്റ ഒരു പേജിനകത്ത് ആക്കിയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആവും, അതെടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ്, പ്രിൻ്റ് എടുക്കുക. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നിങ്ങൾ എടുക്കാം. ആ പ്രിൻ്റ് പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിലും കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം, സേഫ്റ്റി ഇഷ്യൂ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇത്രയുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം കൊടുക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.